കേരള ഹൈക്കോടതി നടപടികൾ തത്സമയം സ്ട്രീമിംഗ് ചെയ്യാനുള്ള ആപ്പ് വികസിപ്പിച്ചെടുത്ത ആലപ്പുഴ ചേർത്തലയിലെ ടെക്ജൻഷ്യ സോഫ്റ്റ്വെയർ ടെക്നോളജീസ്. ടെക്ജൻഷ്യയുടെ വികൺസോൾ സോഫ്റ്റ്വെയറാണ് ഇനി മുതൽ ഹൈക്കോടതി ലൈവ് സ്ട്രീമിംഗിന് ഉപയോഗിക്കുക. രാജ്യത്തെ മിക്ക ഹൈക്കോടതികളും യൂട്യൂബ് വഴിയാണ് കോടതി നടപടികൾ സ്ട്രീമിംഗ് ചെയ്യുന്നത്. ഇതുവഴി കോടതി നടപടികൾ റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുവാൻ സാധിക്കുമായിരുന്നു. ഈ റെക്കോർഡിംഗ് പിന്നീട് പല രീതിയിലും ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യവും നിലവിലുണ്ടായിരുന്നു. പുതിയ സ്ട്രീമിംഗ് സംവിധാനത്തിലേക്ക് കടക്കുന്നതോടെ കേരള ഹൈക്കോടതിക്ക് ഈ സാഹചര്യങ്ങളെ മറികടക്കാൻ കഴിയും. കോടതി നടപടികൾക്ക് ശേഷം വീഡിയോ ഓൺലൈനിൽ ലഭ്യമായിരിക്കില്ല. കോടതിയുടെ IT സംഘത്തിനൊപ്പം ചേർന്നാണ് ടെക്ജൻഷ്യ ഈ സംവിധാനം പൂർത്തീകരിച്ചത്. കേന്ദ്ര സർക്കാർ നടത്തിയ ഇന്നോവേഷൻ ചലഞ്ചിൽ വിജയിച്ചതോടെയാണ് ചേർത്തലയിലെ ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ടെക്ജൻഷ്യ ജനശ്രദ്ധ പിടിച്ചുപറ്റിയത്. വികൺസോളിന്റെ വരവോടെ വിദേശ നിർമ്മിത ആപ്പുകൾ പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഉപേക്ഷിച്ചു കഴിഞ്ഞു. 1983 ആപ്ലിക്കേഷനുകളുമായി മത്സരിച്ചാണ് ടെക്ജൻഷ്യ അന്ന് വിജയം നേടിയത്. ഭാരത സർക്കാർ, കേരള സർക്കാർ, ISRO, അവരുടെ 15 ഉപസ്ഥാപനങ്ങൾ, DRC, കേരള, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഹൈക്കോടതികൾ എന്നിവ വികൺസോളിൻ്റെ സേവനമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. പൂർണ്ണ സുരക്ഷ ഉറപ്പാക്കുന്ന സേവനമാണ് നൽകുന്നതെന്ന് ടെക്ജൻഷ്യയുടെ സ്ഥാപകൻ ജോയി സെബാസ്റ്റ്യൻ പറഞ്ഞു. ക്ലെയിം സെറ്റിൽമെൻറ്റിന് വേണ്ടി ഒരു വിർച്വൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കുന്നത്. വികൺസോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കേരള ഹൈക്കോടതി ഉപയോഗിക്കുന്നുണ്ട്. കേരള ഹൈക്കോടതിയുടെ മുഴുവൻ വിർച്വൽ ഹെയറിങ്ങും വികൺസോളിലാണ് നടക്കുന്നത്. കൂടാതെ ഇപ്പോൾ തെലങ്കാന ഹൈക്കോർട്ട്, കർണാടക ഹൈക്കോർട്ട്, ആന്ധ്രാപ്രദേശ് ഹൈക്കോർട്ട് എന്നിവ വികൺസോളിലേക്ക് മാറിക്കഴിഞ്ഞു. ഞങ്ങൾ ഇന്ത്യയെ മുഴുവനും ഹൈക്കോടതി ഹിയറിങ്സിനും കീഴ്ക്കോടതികളിലേക്കും വികൺസോൾ എത്തിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. ആലപ്പുഴ പാതിരപ്പള്ളി സ്വദേശിയായ ജോയി ചേർത്തല ഇൻഫോ പാർക്ക് ക്യാമ്പസിലാണ് പ്രവർത്തിക്കുന്നത്. കമ്പനിയിലെ 85 ജീവനക്കാരിൽ പകുതിയിലേറെ പേർ ആലപ്പുഴക്കാർ തന്നെയാണെന്ന പ്രത്യേകതയും ഇവർക്കുണ്ട്. അമൃത ന്യൂസ്, ആലപ്പുഴ.